ഇനി കണ്ണൂർ പയ്യന്നൂരിലേക്ക് പോയാൽ KSRTC ബസ് ജീവനക്കാർക്ക് നേരെ സ്വകാര്യ ബസ് ജീവനക്കാർ കയ്യേറ്റത്തിനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. കടന്നുപോകാൻ സ്ഥലം കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് തലശ്ശേരി കാസർഗോഡ് റൂട്ടിലൂടുന്ന ഫാത്തിമാസ് ബസിന്റെ ജീവനക്കാർ മാനന്തവാടി കാസർഗോഡ് KSRTC ബസിലെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. രജീഷ് കുളങ്ങര വിവരങ്ങളുമായി ചേർന്നു. രജീഷ്, പലതവണ പ്രൈവറ്റ് ബസ്സുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള മത്സര ഓട്ടം ഒരു വശത്ത്, അതിനിടയിൽ ഈ തരത്തിലുള്ള കയ്യേറ്റ ശ്രമം കൂടി നടക്കുക, പറഞ്ഞ് സമവായമാണോ പോലീസ് ഉണ്ടായിരിക്കുന്നത്? ഇത് ഏതെങ്കിലും തരത്തിൽ പരാതി വന്നിട്ടുണ്ടോ? ഇതെപ്പോഴാണ് സംഭവിച്ചത്? തീർച്ചയായും അപർണ, സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന മത്സരയോട്ടത്തിന്റെ മറ്റൊരു മുഖമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏത് വിധേനയും കളക്ഷൻ വർദ്ധിപ്പിക്കണമെന്ന ഒരു ചിന്ത മാത്രമാണ് പലപ്പോഴും ഈ സ്വകാര്യ ബസ്സുകൾ റോഡ് നിയമങ്ങളും മര്യാദകളും പോലും പാലിക്കാതെ തീർപ്പായാനുള്ള ഒരു ഇടയെടുക്കുന്നത്. ദേശീയപാതകളിൽ ഉൾപ്പെടെ ഇത്തരം മത്സരയോട്ടങ്ങൾ പലപ്പോഴും സ്ഥിരം കാഴ്ചയുമാണ്. KSRTC ബസ്സുകളെ റോഡിൽ കണ്ടാൽ അവയെ മറികടന്ന് പരമാവധി പേരെ കുത്തിനിറച്ച് കൊണ്ടുപോകാനുള്ള പ്രവണത പലപ്പോഴും സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായി പരാതി ഉയരാറുണ്ട്. ഈ ഒരു പ്രവണത പലപ്പോഴും അപകടങ്ങൾക്കും ഇടയാക്കാറുണ്ട് എന്നുള്ളതാണ്. റോഡരികിലൂടെ പോകുന്ന കാൽനടയാത്രക്കാരെയോ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളെയോ ഒക്കെ അപകടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് പലപ്പോഴും ചില സ്വകാര്യ ബസ്സുകളെങ്കിലും ഇത്തരത്തിൽ മത്സരയോട്ടം നടത്തുന്നത്. ബസ്സിനകത്തിരിക്കുന്നവർ പോലും ശ്വാസം അടക്കി പിടിച്ച് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഈ ഒരു കയ്യാങ്കളിയുടെ അല്ലെങ്കിൽ കയ്യേറ്റത്തിന്റെ വക്കോളം എത്തിച്ച സംഭവത്തിനും ഇടയാക്കിയത്. KSRTC ബസ്സിന്റെ പിറകിലൂടെ വന്ന ഫാത്തിമാസ് എന്ന സ്വകാര്യ ബസ്സിനെ മറികടന്നു പോകാൻ അനുവദിച്ചില്ല. മറികടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ KSRTC ബസ്സിൽ സ്വകാര്യ ബസ്സിന്റെ മിറർ ഉരയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാണ് യുവാക്കളായ സ്വകാര്യ ബസ്സിലെ രണ്ട് ജീവനക്കാർ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു കലുഷിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. ഈ സമയം അവിടെ പയ്യന്നൂർ DSP K വിനോദ് കുമാർ എത്തിയത് കൊണ്ട് മാത്രമാണ് ഒരു അതിക്രമം ഇല്ലാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. KSRTC ബസ്സിലെ ജീവനക്കാരായ ജോയി, ജെറി എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അതിനിടെ റെജിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും റെജി പയ്യന്നൂരിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെജിയെ നിരീക്ഷണത്തിൽ തുടരാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപർണ, അതോടൊപ്പം തന്നെ KSRTC ബസ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പരാതി സ്വകാര്യ വാഹന യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അത്തരത്തിലുള്ള സംഘർഷങ്ങളും വിഷയത്തിനകത്ത് ഉണ്ടാകാറുണ്ട്. ഇത് ഉണ്ടായിട്ടുള്ള പരാതി പ്രൈവറ്റ് ബസ് ജീവനക്കാർക്കെതിരെ മാത്രമാണോ? പോലീസ് അങ്ങനെ കൂടിയാണോ പറയുന്നത്? പോലീസ് ഇപ്പോൾ KSRTC ബസ് ജീവനക്കാരുടെ പരാതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി നൽകാൻ വേണ്ടി സ്വകാര്യ ബസ് ജീവനക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പലപ്പോഴും KSRTC ബസ് സമയകൃത്യത പാലിച്ചുകൊണ്ട് ഓടുന്ന ഒരു സമയത്ത് അൺടൈമായിട്ട് പ്രത്യേക സമയമില്ലാതെ സ്വകാര്യ ബസ്സുകൾ ഓടുന്നതായിട്ടുള്ളൊരു പരാതി വ്യാപകമാണ്. അത്തരം തർക്കങ്ങൾ പലപ്പോഴും സ്വകാര്യ ബസ്സുകൾക്കിടയിൽ പോലും നമ്മൾ കാണാറുണ്ട്. ബസ് കൃത്യത പാലിക്കാൻ ബസ് സ്റ്റാൻഡിൽ നിന്നും കൃത്യസമയത്ത് ഇറങ്ങുകയും എന്നാൽ പലപ്പോഴും നിർത്തിയിട്ടും മെല്ലെ പോയും പരമാവധി യാത്രക്കാരെ ബസ്സിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം ഈ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് പോലും എത്തുന്ന സാഹചര്യം ആണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഈ ഇന്നത്തെ സാഹചര്യത്തിൽ
സ്വകാര്യ ബസ് ജീവനക്കാർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അപർണ, അതോടൊപ്പം തന്നെ ജീവനക്കാർ തമ്മിലുണ്ടാകുന്ന കയറ്റശ്രമം സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ യാത്രക്കാർക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു ആശങ്ക ഉണ്ട്. ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ആ തരത്തിലുള്ള പരാതികളുണ്ടോ? നിലവിൽ യാത്രക്കാരുടെ ഭാഗത്ത് പരാതിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പലപ്പോഴും അമിത വേഗതയിൽ മറ്റൊരു ബസ്സിനെ മറികടന്നു പോകുവാനുള്ള ശ്രമം KSRTC ബസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ യാത്രക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് പരാതിയായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപർണ, റൈറ്റ്. ഏതായാലും ബസ് ജീവനക്കാർ, പ്രൈവറ്റ് ബസ് ജീവനക്കാർ KSRTC ബസ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പല തവണയാണ് ബസ്സുകളുടെ അമിത വേഗം അത്തരത്തിലുള്ള മത്സരങ്ങൾ, വലിയ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അത് ഒരു ഘട്ടം കൂടി കടന്നു പോയിരിക്കുന്ന കാഴ്ച കൂടിയാണ് കണ്ടത്. പയ്യന്നൂരിലാണ് KSRTC ബസ് ജീവനക്കാർക്ക് സ്വകാര്യ ബസ് ജീവനക്കാർ കയ്യേറ്റ ശ്രമം നടത്തിയത്. കടന്നു പോകാൻ, തങ്ങളുടെ ബസ്സിന് കടന്നു പോകാൻ സ്ഥലം നൽകിയില്ല എന്ന് പറഞ്ഞായിരുന്നു തലശ്ശേരി കാസർഗോഡ് റൂട്ടിലോടുന്ന ഫാത്തിമാസ് ബസ്സിന്റെ ജീവനക്കാർ മാനന്തവാടി കാസർഗോഡ് KSRTC ബസ്സിലെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുമ്പോൾ നടിയെ ആക്രമിച്ച കേസ് ഈ മാസം 25-ന് വീണ്ടും പരിഗണിക്കുമെന്നുള്ള ഒരു വാർത്ത കൂടിയാണ് വരുന്നത്. എപ്പോഴായിരിക്കും വിധി ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ കൂടി ഈ മാസം തന്നെ തീരുമാനമാകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും സ്പോട്ട് ലൈവ് വീണ്ടും